കണ്ണൂർ കൂത്തുപറമ്പ് പുത്തൂർ പോസ്റ്റ് ഓഫീസ് കൈവേലിക്കൽ നിള്ളങ്ങൾ ചേരിക്കൽ റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി. മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 4 മുതൽ 6 കിലോമീറ്റർ വരെയുള്ള ഭാഗം BM&BC നിലവാരത്തിലാണ് നിർമ്മാണ പ്രവർത്തനം. KP മോഹനൻ MLA അധ്യക്ഷനായി. നവീകരണവും വിപുലീകരണവും പൂർത്തിയാക്കിയ പൊതുമരാമത്ത് വകുപ്പിന്റെ കണ്ണൂർ കൂത്തുപറമ്പ് IB കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷനായി. തൃശൂർ മുറ്റിച്ചൂർ പുത്തൻപീടിക റോഡിൽ അപകടകരമായ നിലയിൽ മരം ചാഞ്ഞു നിൽക്കുന്നതായി പരാതി. ശിഖരങ്ങൾ വൈദ്യുതി ലൈനിൽ തട്ടി നിൽക്കുന്നതും ഭീതി വർദ്ധിപ്പിക്കുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം. തൃശൂർ ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒളിമ്പിക്സ് വിളംബര റാലി സംഘടിപ്പിച്ചു. സ്പോർട്സ് ക്ലബ് താരങ്ങൾ, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളും റാലിയിൽ അണിനിരന്നു. പാവർട്ടി SID വൈശാഖ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ പാവർട്ടി വെൺമനാട് തത്തക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. കേരള പോലീസ് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS പ്രഭാഷണം നടത്തുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പറവൂർ അത്താണി ആവൂട്ടിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് 15 വർഷത്തോളം പഴക്കമുണ്ടെന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപം. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് അസോസിയേഷൻ. മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് മുനമ്പം മത്സ്യമേഖലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓണേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സേവ്യർ കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ഭരണിക്കാവിൽ കാഷ്യൂ കോർപ്പറേഷന്റെ മതിൽ ഇടിച്ചു നിരത്തി. മതിലിന്റെ ഒരു ഭാഗവും പരസ്യ ബോർഡുകളും നശിപ്പിച്ചു. ഒന്നിലധികം JCBകൾ ഉപയോഗിച്ചെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ അധികൃതർ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് കൊടുവള്ളിയിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. മാനിപുരം ജംഗ്ഷനിലുള്ള ട്രാൻസ്ഫോമറിനാണ് തീപിടിച്ചത്. തീ പൂർണ്ണമായും അണച്ചു. മുസ്ലിം ലീഗ് ഒലിപ്പിൽ ശാഖ കമ്മിറ്റി കരിയാട് ഗവൺമെന്റ് UP സ്കൂളിന് വേണ്ടി പുതിയ ബസ് കൈമാറി. P സുലൈമാൻ മാസ്റ്ററുടെ പേരിൽ നൽകുന്ന ബസിന്റെ താക്കോൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ K സുധീർ കുമാറും PTA പ്രസിഡന്റ് സുഹൈൽ മേക്കുന്നും വിദ്യാർത്ഥികളും ചേർന്ന് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മലയോര മേഖലയിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു. കനത്ത കാറ്റിലും മഴയിലും താമരശ്ശേരിയിൽ കാറിന് മുകളിൽ മരം വീണു. NIT റോഡിലും മാവൂരിലും റോഡിലേക്ക് മരം കടപുഴകി വീണു. മുക്കം കച്ചേരിയിൽ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു. കണ്ണൂർ ചൊക്ലി കവിയൂരിൽ രാവിലെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കിഴക്കേ വീട്ടിൽ സുശീലയും കുടുംബവും താമസിക്കുന്ന വീടിന് മുകളിൽ തെങ്ങും മാവും വീണ് വീട് തകർന്നു. ചൊക്ലി വില്ലേജ് അധികാരികളും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ചു. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കണ്ണൂർ പയ്യന്നൂർ കാനാഴി മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂരിൽ കൈത്തറി തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ വിവിധ സംഘത്തിലെ നെയ്ത്തു തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റ് അവഗണനയ്ക്കെതിരെ തൃശൂർ ഏജൻസീസ് ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടിയിൽ പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു.